കൊലുസും കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷുകാരുടെ ഗാർഡനിലും അവരുടെ ഗ്രീൻ ഹൗസിലുമൊക്കെ അതിമനോഹരമായി സ്പാനിഷ് മോസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എങ്ങനെയും ഈ ചെടിയെ സ്വന്തമാക്കി അടങ്ങോളെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒത്തിരി അന്വേഷിച്ചൊക്കെ ഞാനും സ്വന്തമാക്കി തലയും വാലും തണ്ടും ഇലയും ഒന്നുമില്ലാത്ത അതിസുന്ദരിയായ സ്പാനിഷ് മോസിനെ. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നേറ്റീവ് പ്ലേസ് സ്പെയിൻ ആണെന്ന്. എന്നാൽ അല്ല, ഇതിൻ്റെ നേറ്റീവ് പ്ലേസ് മെക്സിക്കോയും സെൻട്രൽ നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക ഒക്കെയാണ് ഇതിൻ്റെ നേറ്റീവ് പ്ലേസ്. ഇതൊരു മോസിനത്തിൽപ്പെട്ട പ്ലാന്റ് അല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇതൊരു ബ്രോമലിയാഡ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫാമിലി ബ്രോമലിയേസിയാണ്. ഇനി ഇതിന് ഈ പേര് വന്നതിൽ ഒരു കഥയുണ്ട്. ആ കഥ സൊല്ലട്ടുമാ. പണ്ട് കാലത്ത് ഫ്രഞ്ച് നാവികർ അമേരിക്കയിലെത്തിയപ്പോൾ അവിടെ കൂറ്റൻ അമ്പരചുംബികളായ മരങ്ങളിലൊക്കെ ഇതുപോലെ മുടി പോലെ താഴോട്ട് കിടക്കുന്ന ഈ ചെടിയെ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പേരറിയാനുള്ള കൗതുകം കൊണ്ട് എന്താണ് ആ ചെടിയുടെ പേരെന്ന് അവർ ചോദിച്ചു. ഇവർ പറഞ്ഞു ഇറ്റ്ല ഒക്ല എന്ന് പറഞ്ഞാൽ ട്രീ ഹെയർ എന്നാണ് അർത്ഥം. പക്ഷേ അവർക്ക് സ്വാഭാവികമായും അത് തോന്നിയത് സ്പെയിനിലെ അപ്പൂപ്പൻ്റെ താടി പോലെ, നരച്ച താടി പോലെ തോന്നി. അപ്പോൾ അവരതിനെ വിളിച്ചു സ്പാനിഷ് ബേർഡ് എന്ന്. പക്ഷേ സ്പെയിൻകാർക്കത് തീരെ ഇഷ്ടമായില്ല. നമ്മുടെ നാടിനെ കളിയാക്കിയാൽ നമ്മൾ സഹിക്കുമോ? അവർ പ്രതികാരം എന്നവണ്ണം അതിനെ ഫ്രഞ്ച് ഹെയർ എന്ന് വിളിച്ചു, പകരത്തിന് പകരം. പക്ഷേ ഫ്രഞ്ച് ഹെയർ എന്നുള്ള പേര് പതുക്കെ പതുക്കെ ഔട്ട് ഓഫ് ഫാഷനായി. ക്ലച്ച് പിടിച്ചതാവട്ടെ സ്പാനിഷ് ബേർഡ് എന്ന പേരും. പിൽക്കാലത്ത് സ്പാനിഷ് ബേർഡ് എന്ന പേര് പതുക്കെ പതുക്കെ മാറി മാറി അത് സ്പാനിഷ് മോസ് എന്നായി മാറി. ഗ്രേ ബേർഡ്, ട്രീ ഹെയർ എന്നൊക്കെ ഈ പ്ലാന്റിന് പേരുകളുണ്ടെങ്കിലും കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ഈ പ്ലാന്റ് അറിയപ്പെടുന്നത് സ്പാനിഷ് മോസ് എന്നാണ്. ഇതൊരു മോസിനത്തിൽപ്പെട്ട പ്ലാന്റേ അല്ല, ഇതൊരു ബ്രോമലിയാഡ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ്. പണ്ട് കാലത്ത് ആളുകൾ കരുതിയിരുന്നത് ഇതൊരു പാരസൈറ്റ് ആണെന്നാണ്. കാരണം ഇത് പ്ലാന്റിന്റെ മരങ്ങളുടെ ചില്ലകളിലൊക്കെ വളരുന്നത് കൊണ്ട് ആ ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴാൻ തുടങ്ങി. ഈ ചെടി ആ മരങ്ങളിൽ നിന്നും മൂലകങ്ങളും വാട്ടറും ഒക്കെ വലിച്ചെടുത്ത് അതുകൊണ്ടാണ് മരങ്ങളുടെ ചില്ലകൾ ഒടിയുന്നതെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പിന്നീടുള്ള പഠനങ്ങൾ തെളിയിച്ചു ഇതൊരു എപ്പിഫൈറ്റ് ആണെന്ന്. അതായത് എയറിലുള്ള വാട്ടറും മോയ്സ്ചറും അതേപോലെ മൂലകങ്ങളും ഒക്കെ വലിച്ചെടുത്താണ് ഇവ അതിമനോഹരമായി വളരുന്നത്. നിങ്ങൾക്ക് ബ്രോമലിയാഡ് പ്ലാന്റ് അറിയാമോ? ഇതൊരു ബ്രോമലിയാഡ് പ്ലാന്റ് ആണ്. അതുപോലെ ഇതും ബ്രോമലിയാഡ് പ്ലാന്റ് ആണ്. നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ബ്രോമലിയാഡ് പ്ലാന്റ് ആണ് നമ്മുടെ പൈനാപ്പിൾ. അതിൻ്റെ അതേ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ് ആണ് ഈ സ്പാനിഷ് മോസുകൾ. നല്ല ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് സ്പാനിഷ് മോസ്. വെയിലുള്ളിടത്ത് വെച്ചിരുന്നാൽ ഇതിൻ്റെ ഈ നാരുകൾ പോലെ കാണപ്പെടുന്ന ഈ ശൃംഗങ്ങളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എയർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എയറിൽ നിന്നുള്ള മൂലകങ്ങളും മറ്റും ഒക്കെ വലിച്ചെടുത്താണ് ഇവ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത്. പണ്ട് കാലത്ത് മെക്സിക്കോയിലും അമേരിക്കയിലും ഒക്കെ വലിയ വലിയ കൂറ്റൻ മരങ്ങൾ, കാടിലൊക്കെയുള്ള വലിയ കൂറ്റൻ മരങ്ങളിലൊക്കെ നിറയെ നല്ല ഹെയർ പോലെ താഴേക്ക് ഇങ്ങനെ വളർന്ന് നല്ല ഭംഗിയിൽ കിടന്നിരുന്നൊരു ചെടിയായിരുന്നു ഇത്. അവിടെ ഒത്തിരി സുലഭമായി ഈ ചെടി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അന്ന് കാലത്ത് ഇതിനെ കാറിൻ്റെയും അതേപോലെ ബെഡിൻ്റെയൊക്കെ കുഷൻ സീറ്റ് ഉണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ പാക്കിംഗ് മെറ്റീരിയൽസിനും ഒക്കെ ആയിട്ട് ഈ പ്ലാന്റ് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ ഉണങ്ങിയ പാർട്സ് ഒക്കെ എടുത്തായിരുന്നു അന്ന് പാക്കിങ്ങിനും കുഷനുമൊക്കെ യൂസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ സിന്തറ്റിക് ഫൈബറിൻ്റെയൊക്കെ കടന്നുകയറ്റം വന്നതുകൂടി ആരും ഇതിനെ അങ്ങനെ ഉപയോഗിക്കാതായി. ഇന്നിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഗാർഡനിങ്ങിൽ ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടും പിന്നെ ഒത്തിരി ഫോട്ടോഷൂട്ട് വെറൈറ്റീസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഇന്ന് ഈ പ്ലാന്റിനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. പല രീതിക്ക് നമുക്ക് ഈ ചെടിയെ അറേഞ്ച് ചെയ്ത് വളർത്താൻ പറ്റും. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരു നല്ല തണൽ മരമോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂമരമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഈ പ്ലാന്റിൻ്റെ കുറച്ച് പാട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ തന്നെ അവിടെ കിടന്ന് ഈ പ്ലാന്റ് യാതൊരു കെയറും ഇല്ലാതെ വളർന്നുള്ളൂ. നല്ല ഷെയ്ഡ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കമ്പിയിൽ അങ്ങനത്തെ മെറ്റലായിട്ടുള്ള സാധനങ്ങളിലൊക്കെ ഈ ചെടി ഇട്ട് വളർത്തുകയാണെങ്കിൽ ആ സ്ഥലം ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മരങ്ങളിലോ അതേപോലെ നമ്മുടെ ക്ലേ പോട്ട്സുകളുടെയൊക്കെ അങ്ങനെയൊക്കെ ഡെക്കറേഷനൊക്കെ കൊടുത്ത് അതിലൊക്കെ നമുക്ക് മനോഹരമായിട്ട് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. സിൽവർ ഗ്രേ കളറിൽ ഒത്തിരി നാരുകൾ ഇങ്ങനെ കൂട്ടി താഴേക്ക് ഇട്ടിരിക്കുന്നത് പോലെയാണ് ഇവ കാണുന്നത്. നല്ല ഭംഗിയാണ് ഇവ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ. അത് അറേഞ്ച് ചെയ്യുന്ന രീതിക്കനുസരിച്ച് ഇതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് താഴോട്ടാണ് സാധാരണയായിട്ട് വളർന്ന് വളർന്ന് വരുന്നത്. പുതിയ പുതിയ നാരുകൾ ഇങ്ങനെ അതിലുണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലുമൊക്കെ പഴയ മരങ്ങൾ നമുക്ക് നല്ല ചെതിലൊന്നും എടുക്കാത്ത നല്ല ഏതെങ്കിലും പെട്ടെന്ന് ഒടിഞ്ഞു പോകാത്ത മരങ്ങളുടെയൊക്കെ കൊമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ പഴയ ഒരു പേരയുടെ കമ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു സിമെൻറ്റിൻ്റെ ഇതിൽ ഉറപ്പിച്ച് അതിൽ കുറച്ച് എയർ പ്ലാന്റ്സും അതേപോലെ നമ്മുടെ സ്പാനിഷ് മോസും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ആദ്യകാലത്ത് എല്ലാവരും കരുതിയത് ഇതൊരു പാരസൈറ്റ് ആണെന്നാണ്. പക്ഷേ ഇത് ഇട്ടിരുന്ന മരങ്ങളുടെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞത് കൊണ്ടാണ് അവരങ്ങനെ വിചാരിച്ചത്. പക്ഷേ ശരിക്കും ഇതൊരു എപ്പിഫൈറ്റ് ആണ്. ഈ നാരുകൾ പോലെ കാണപ്പെടുന്ന ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കുഞ്ഞ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഫൈബേഴ്സുകളുണ്ട്. ചെറിയ ഹെയർസുകൾ, കുഞ്ഞു കുഞ്ഞു ഹെയർസുകളുണ്ട്. ആ ഹെയർസിലുള്ള ഓരോ ടിഷ്യൂസിലും കുഞ്ഞു കുഞ്ഞു ഹോൾസ്
ഹോൾസുകളുണ്ട്. ആ ഹോൾസുകളിലൊക്കെ ഇവർക്ക് വാട്ടർ അവൈലബിൾ ആകും. അതായത് എയറിലുള്ള വാട്ടർ അവൈലബിൾ ആകുന്ന സമയത്ത് ഇവരതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഇതിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുന്ന സമയത്ത് അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരവരുടെ ടിഷ്യൂസിലെല്ലാം ഈ വാട്ടറും മൂലകങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഒത്തിരി ഇങ്ങനെ ഈ പ്ലാന്റ്സുകൾ ഇങ്ങനെ കിടക്കുന്ന ചില്ലയ്ക്ക് വെയിറ്റ് കൂടും ഈ വാട്ടർ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ടായിരുന്നു പണ്ട് കാലത്ത് ആ ചില്ലകളൊക്കെ ഒടിഞ്ഞു വീഴുന്നത്. അല്ലാതെ ഇതൊരു പാരസൈറ്റ് ആയതുകൊണ്ടേ അല്ല. അത് പിന്നീടുള്ള പഠനങ്ങളാണ് അങ്ങനെ തെളിയിച്ചത്. പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിരിക്കാൻ ഇതിനെ നമ്മൾ 2 നേരം നനച്ച് കൊടുക്കണം. എപ്പോഴും നല്ല ഡ്രൈ ആവുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഇത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എപ്പോഴും വെള്ളം വീണ് ഇങ്ങനെ ഈർപ്പത്തോടു കൂടി നിൽക്കുന്നതാണെങ്കിൽ ഇത് അഴുകിപ്പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ 2 നേരം നനച്ച് കൊടുക്കുകയും വേണം. പെട്ടെന്ന് ഇത് ഡ്രൈ ആവുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ ഈ പ്ലാന്റിനെ പ്ലേസ് ചെയ്യേണ്ടത്. നല്ല ഡ്രൈ ആയിരിക്കുമ്പോൾ ഇത് നല്ലൊരു സിൽവർ ഗ്രേ കളറിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു സിൽവർ ഗ്രേ കളറിലായിരിക്കും ഇത് കാണുന്നത്. എന്നാൽ ഇതിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ, വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതൊരു ഗ്രീൻ കളറിലോട്ട് മാറും. അപ്പോൾ ഇതിനെ നമ്മൾ പറഞ്ഞു 2 നേരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നനച്ച് കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ വിടർത്തി കൊടുക്കണം. ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഭാഗത്തുള്ള ഓരോ സ്ട്രിങ്ങിനെയും നമ്മൾ ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാ സ്ട്രിങ്ങിലും വെള്ളം വീണെങ്കിൽ മാത്രമേ അത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയുള്ളൂ. ഇല്ലെങ്കിൽ ആ വെള്ളം വീഴാത്ത പാർട്ട് വെച്ച് കരിഞ്ഞു തുടങ്ങും, നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് കരിയാൻ തുടങ്ങും ഇതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കിട്ട് ഇതുപോലെ സ്ട്രിങ്ങുകൾ ഇങ്ങനെ വിടർത്തിയിട്ടതിന് ശേഷം അതിലോട്ട് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഫുൾ സ്ട്രിങ്ങിലും വെള്ളമാകുന്ന വിധത്തിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് NPKയോ 19-19-19 അല്ലെങ്കിൽ 20-20-20 കൊടുക്കാം ഇതിന്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സാധാ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് തോരുന്ന സമയത്ത് നമുക്ക് ആ ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഡൈല്യൂട്ട് വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ ലിക്വിഡ് ഫെർട്ടിലൈസറുകളൊക്കെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അത് നമുക്ക് ഈ ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രേ ചെയ്യുന്ന അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിതിനെ ഫുള്ള് സ്ട്രിങ്ങോട് കൂടി എടുത്തതിന് ശേഷം വെള്ളത്തിലൊരു 2 മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുത്ത് അവിടെ ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി ഇത് ഡ്രെയിൻ ആയിക്കോളും. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ലൊരു ഗ്രീൻ കളറിലോട്ട് മാറും. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. അതായത് ഈ ഫുൾ സ്ട്രിങ്ങിൽ നിന്ന് ചെറിയ 2, 3, 4 സ്ട്രിങ്ങുകളൊക്കെ വരുന്ന ബ്രാഞ്ചുകളാണ്ട് ഇതുപോലെ വരുന്ന ബ്രാഞ്ചുകൾ എടുത്ത് നമ്മൾ അവിടെ എവിടെയായി ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിട്ട് ഇതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് അവിടെ കിടന്ന് നല്ല തിക്കായിട്ട് വളർന്നുകൊള്ളും. അപ്പോൾ ഇങ്ങനെ സ്ട്രിങ് മാറ്റി വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. പിന്നെ ഇതിൽ പോഴ്സ് ഉണ്ടാകാറുണ്ട്. ചെറിയ പൂക്കളിൽ ഉണ്ടാകുന്ന പൂമ്പൊടികളുണ്ട്. അത് കാറ്റത്ത് പറന്ന് വേറെ മരങ്ങളിൽ ചെന്നിരുന്ന് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ചെന്നിരുന്നു അത് സ്വന്തമായിട്ടും വളരും. പിന്നെ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ച് കാറ്റത്തൊക്കെ പൊട്ടി അതും അതുപോലെ മരങ്ങളുടെ ചില്ലകളിലൊക്കെ ചെന്നിരുന്ന് വളരാറുണ്ട്. അങ്ങനെയാണ് ഫോറസ്റ്റിലൊക്കെയുള്ള ഒത്തിരി മരങ്ങളിൽ അടുത്തടുത്തുള്ള മരങ്ങളിലെല്ലാം ഇതിങ്ങനെ നിറഞ്ഞു വളരുന്നത്. നല്ലൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി നമുക്ക് ഈ പ്ലാന്റിനെ നല്ല മനോഹരമാക്കി വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ സ്പാനിഷ് മോസിനെ കുറിച്ചുള്ള കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ കുഞ്ഞു വീഡിയോയുമൊക്കെ കാണാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നറിഞ്ഞാലല്ലേ നമുക്ക് വീണ്ടും വീഡിയോകളൊക്കെ ഇടാനുള്ളൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും തന്നെ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.